Good afternoon, all. Good afternoon, ma'am. കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ എല്ലാവരും? ക്ലിയർ ആണോ എല്ലാം? ഓക്കെ. ഫസ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ് ആയിരുന്നോ? കുറവാണല്ലോ. Chapter number ചാപ്റ്ററിന്റെ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ. റിയക്ക് ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തേ. ആ 50 ട്ടോ. മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായില്ലേ റിയാം മാമിന്റെ? ഉണ്ടായിരുന്നു, മറന്നുപോയി. ഓക്കെ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. Patient satisfaction survey. Okay. ഇതെടുത്താണല്ലേ patient satisfaction survey. CAT self-reported patient evaluation of self-reported patient evaluation of multiple touch points in the course of their medical care experience. Navya miss പറഞ്ഞ തരാട്ടോ. മോറൽ എന്ന് പറഞ്ഞാൽ മനോവീര്യം എന്നാണ്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എങ്ങനെയാണ് നടത്തുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്? ആ പേഷ്യൻസിന്റെ വിവിധ മെഡിക്കൽ കെയർ എക്സ്പീരിയൻസ് അല്ലെ, പലതരത്തിലുള്ള പരിചരണങ്ങൾ ലഭിക്കുന്നുണ്ടല്ലേ, വിവിധ ഘട്ടത്തിലൂടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഫസ്റ്റ് റിസപ്ഷൻ അല്ലെ, റിസപ്ഷനിൽ ചെന്ന് അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കുന്നു അല്ലെ. നെക്സ്റ്റ് എന്താണ്, ഡോക്ടേഴ്സിന്റെ വെയിറ്റിംഗ് റൂമിന്റെ മുമ്പിൽ ജസ്റ്റ്. നെക്സ്റ്റ് എന്താണ്, എക്സാമിനിങ് പ്രൊസീജിയർ അല്ലെ, ഡോക്ടർ ചെക്കപ്പുകളൊക്കെ നടത്തുന്നു. പിന്നെ അപ്പൊ അങ്ങനെ വിവിധ മെഡിക്കൽ കെയർ എക്സ്പീരിയൻസുകളെ പേഷ്യൻസിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നു? അവർക്ക് സെൽഫായിട്ട് അവർ തന്നെയല്ലേ ചെയ്യുന്നത്, ഫീഡ്ബാക്ക് കൊടുക്കുന്നത്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ചെയ്യുന്നത് പേഷ്യൻസ് സ്വയമല്ലേ ചെയ്യുന്നത്, ആണോ? എന്താണ്, അവർക്ക് സെൽഫ് റിപ്പോർട്ടഡ്, പേഷ്യൻസിന് സെൽഫ് റിപ്പോർട്ടഡ് ആയിട്ട് സ്വയമേ തന്നെ അവർക്ക് തന്നെ വിലയിരുത്താനായി സാധിക്കുന്നു. എങ്ങനെ വിലയിരുത്താൻ സാധിക്കുന്നു? മൾട്ടിപ്പിൾ ടച്ച് പോയിന്റ്സ് അല്ലെ, വിവിധ രീതിയിലൂടെ. ഇപ്പൊ ചില ഹോസ്പിറ്റലിൽ എങ്ങനെയായിരിക്കും, നമുക്ക് പ്രിന്റ് എടുത്തിട്ട് തരും അല്ലെ, പ്രിന്റഡ് കോപ്പി അല്ലേ തരുന്നത്, നമ്മ അതില് ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക അല്ലെ, ആണോ? അതല്ലെങ്കിൽ എന്താണ്, വെബ്സൈറ്റ് ത്രൂ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ കണ്ടക്ട് ചെയ്യാൻ പറ്റുമോ? അതല്ലെങ്കിൽ ആപ്പ് വഴി ചെയ്യാൻ പറ്റുന്നു അല്ലെ. അങ്ങനെ വിവിധ ടച്ച് പോയിന്റ്സിലൂടെ ഒരു പേഷ്യൻസിന് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ച അവരുടെ മെഡിക്കൽ കെയർ എക്സ്പീരിയൻസ് അവർക്ക് സ്വയമേ തന്നെ വിലയിരുത്താനായി സാധിക്കുന്നു. ക്ലിയർ അല്ലേ? Depending on what aspects of patient satisfaction is being calculated. അവർക്ക് ഏത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു ഇത്? What aspects of patient satisfaction is being calculated അല്ലെ, ഇത് ലഭിച്ച
മെഡിക്കൽ കെയറിന്റെ ഏത് വശമാണ്, ഏത് ആസ്പെക്ട് ആണ് ഇവര് കണക്കിലാക്കുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പൊ എക്സാമ്പിൾ നോക്കിയേ. എക്സാമ്പിൾ മേ ഇൻക്ലൂഡ് റെസ്പോൺസീവ്നെസ് ഓഫ് സ്റ്റാഫ്. സ്റ്റാഫിന്റെ റെസ്പോൺസീവില് പ്രതികരണം, അവരുടെ റെസ്പോൺസ് എങ്ങനെയുള്ളതായിരുന്നു, ഗുഡ് ആയിരുന്നു, അവരുടെ ബിഹേവിയർ നല്ല രീതിയിലുള്ളതായിരുന്നു അല്ലെ. അങ്ങനെയുള്ള സ്റ്റാഫിന്റെ റെസ്പോൺസീവ്. പിന്നെ ക്ലിനിഷ്യൻ കമ്മ്യൂണിക്കേഷൻ, ഒരു ഡോക്ടറുടെ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം എഫക്റ്റീവ് ആയിരുന്നു അല്ലെ. അവർ ഒരുപാട് സമയം എടുത്ത് നമ്മളോട് ആശയവിനിമയം നടത്താനും നമ്മുടെ വിവരങ്ങൾ ചോദിക്കാനും അല്ലെ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടോ. ടെക്നിക്കൽ സ്കില്ല്, സാങ്കേതിക വൈദഗ്ധ്യങ്ങൾ അല്ലെ, പല രീതിയിലുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ ചെയ്യുന്നില്ലേ. എക്യുപ്മെന്റുകളുടെ സേവനങ്ങൾ അല്ലെ, ഫെസിലിറ്റീസ്, ബില്ലിങ് ഉണ്ടോ? അപ്പൊ അങ്ങനെയുള്ള ടെക്നിക്കൽ സ്കിൽ എത്രത്തോളം നല്ല രീതിയിലായിരുന്നു. ആൻഡ് ഹോസ്പിറ്റൽ എൻവിയോൺമെന്റ് എന്നിവയുള്ള വശങ്ങളെ ആശ്രയിച്ചാണ് എന്ത് നടത്തുന്നത്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നമ്മൾ കണക്കാക്കുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ്, patient satisfaction surveys can be generated and issued in house. Patient satisfaction survey നമുക്ക് ഹോസ്പിറ്റലിൽ ഇരുന്നു കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്നതാണോ? ആണോ? നമുക്ക് ആ വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ലിങ്ക് വഴി അല്ലെങ്കിൽ ആപ്പ് വഴി നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും ചെയ്യാം അല്ലെ. ഇൻ ഹൗസ് ഓൺലൈൻ. എന്താണ് ഇഷ്യൂഡ് ഇൻ ഹൗസ്? നമുക്ക് വീടുകളിൽ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം. But many hospitals depends on third party providers with experience in developing. ചില ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യുന്നു, അവരുടെ സർവേകൾ കണ്ടക്ട് ചെയ്യാനായിട്ട് തേർഡ് പാർട്ടി, നമ്മൾ ഈ ഏജൻസികളെ കേൾപ്പിക്കാറില്ലേ സർവേകളൊക്കെ നടത്താനായിട്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ട്. അവരുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തില് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള തേർഡ് പാർട്ടികൾ അതായത് ഏജൻസിയൊക്കെ ഏർപ്പാടാക്കുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റിംഗ് ആൻഡ് എക്സ്പ്ലെയിനിങ് സ്റ്റാറ്റിസ്റ്റിക്കലി വാലിഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അഡ്മിനിസ്ട്രേറ്റിംഗും പിന്നെ എന്താണ് അവര് സ്റ്റാറ്റിസ്റ്റിക്കലി അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ് അല്ലെ. നമ്മൾ മിസ് കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എടുത്തപ്പോ പൈൽ ഡയഗ്രാം, ബാർ ഡയഗ്രാം ഒക്കെ കാണിച്ചു തന്നോ, ഗ്രാഫുകൾ വഴി. അപ്പൊ അത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ ഇങ്ങനെ ഗ്രാഫ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി ആയിരിക്കും അവർക്ക് വിശദീകരിക്കാനായിട്ട് സാധിക്കുന്നു. ഇപ്പൊ നമ്മ ഒരു ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ. കണ്ടിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ കയറി? അപ്പൊ അവരെ വെബ്സൈറ്റിൽ നമ്മൾ കയറി കഴിയും, നമുക്ക് ഈ ബാർ ഡയഗ്രാം വഴി ഇപ്പൊ 2015 ഇത്ര പേഷ്യൻസ് അവിടെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് പറയും, 2016 നെക്സ്റ്റ് ഇയർ ആയപ്പോഴേക്കും അത് എത്ര ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പൈ ഡയഗ്രാം വഴി ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊക്കെ ബിൻഷല്ലാണ്ട് നമ്മുടെ ക്ലാസ്സിലുള്ള വേറെ ആരെങ്കിലും അങ്ങനെ നോക്കിയിട്ടുണ്ടോ? അപ്പൊ അവർക്ക് എന്താണ്, അതല്ലെങ്കിൽ പേഷ്യൻസ് ഗ്രോത്ത് അറിയാനായിട്ട്, അതല്ലെങ്കിൽ അപ്പൊ എങ്ങനെ എന്ത് ചെയ്യുന്നു, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയും ഇവരിങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കലായി വിശദീകരിക്കുന്നുണ്ട്. ക്ലിയർ ആയോ ഇത് പാരഗ്രാഫ്? നെക്സ്റ്റ്, a part satisfaction survey is a set of questions used to gather feedback from patients to scale their satisfaction with the quality and care of the health care service provider. എന്തിനൊക്കെ ആസ്പദമാക്കി ക്വസ്റ്റ്യനെയർ തയ്യാറാക്കിയാണ് അവരിൽ നിന്ന് ഫീഡ്ബാക്ക് ശേഖരിക്കുന്നത്. ക്വാളിറ്റിനെ ബേസ് ചെയ്തിട്ട് അല്ലെ, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളുടെ ഗുണനിലവാരത്തെ അല്ലെ, ക്വാളിറ്റിനെ ബേസ് ചെയ്തിട്ട്. പിന്നെ എന്താണ്, കെയർ ഓഫ് ദി ഹെൽത്ത് കെയർ സർവീസ് പ്രൊവൈഡർ, അവിടെ നിന്ന് കൊടുക്കുന്ന ഹെൽത്ത് കെയർ പ്രൊവൈഡർ നൽകുന്ന സർവീസുകള് എത്രത്തോളം പരിചരണം അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതിനൊക്കെ ആസ്പദമാക്കി കുറച്ച് ക്വസ്റ്റ്യനെയർ തയ്യാറാക്കിയിട്ടാണ് പേഷ്യൻസിന്റെ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്ത് കാട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ അളക്കുന്നത്. എന്താ ചോദിക്കുന്നേ,
പ്രിയ എന്താ റിയ ചോദിക്കുന്നേ? മിസ്സിന്റെ ക്ലാസ് കഴിഞ്ഞ ട്യൂസ്ഡേ അല്ലേ ഉണ്ടായിരുന്നത്? ഇന്നലെ വന്നിട്ടുണ്ടാവും. ഇന്നലെ റെക്കോർഡ് ക്ലാസ് കിട്ടിയില്ലേ? ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇന്നലെ ഇട്ടിട്ടുണ്ടാവും. ടീച്ചർ ഇന്നത്തെ റെക്കോർഡ് ക്ലാസ് എന്നാ കിട്ടുന്നത്? യെസ്റ്റർഡേയിലാണോ ടൈമിലാണോ അത് ഡേറ്റും ഡേയിലും ആണോ? നാളെ ഫ്രൈഡേ ഇല്ലേ? മിസ്സിന്റെ ക്ലാസ് നാളെ കിട്ടും. അതല്ലേ ഞാൻ ചോദിച്ചു, ഇന്നത്തെ റെക്കോർഡ് ക്ലാസ് എന്ന് കിട്ടുമെന്ന്. ഇന്നത്തെ മിസ്സിന്റെ റെക്കോർഡ് ക്ലാസ് നാളെ ഗൂഗിൾ ക്ലാസ് റൂമിൽ കിട്ടും. ഏത് യെസ്റ്റർഡേയിലാണോ കിടക്കുന്നത്, ടൈമിലാണോ കിടക്കുന്നത്, അത് ഡേറ്റും മന്തിലാണോ കിടക്കുന്നത്? യെസ്റ്റർഡേ എന്ന് പറഞ്ഞല്ലേ ഇട്ടേക്കുന്നത് ബിൻഷ? മിസ്സേ മിസ്സിന്റെ ക്ലാസ് ഇന്നത്തെ ക്ലാസ് നാളെ ഇടൂലേ? മിസ്സേ ഡെയിലി ഉള്ള ക്ലാസ് പിറ്റേ ദിവസം ഉണ്ടാവും. നമുക്ക് നോട്ടിഫിക്കേഷൻ വരും മൊബൈലില്. അല്ലാതെ ക്ലാസ് റൂമിൽ എടുത്ത് കാണാനും പറ്റും. ഓക്കെ. റിയ ഒന്ന് ചെക്ക് ചെയ്യട്ടോ. ജസ്റ്റ് ഒന്നോ രണ്ടോ വീഡിയോസ് ഗൂഗിൾ ക്ലാസ് റൂമിൽ പോയി കണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടു നോക്ക്. അപ്പം റിയക്ക് തന്നെ ക്ലിയർ ആവും. ഞാൻ യെസ്റ്റർഡേ ഞെക്കുമ്പോഴൊക്കെ ഡേ ബിഫോർ യെസ്റ്റർഡേ ക്ലാസ് കിട്ടുന്നത്. ഇന്നലത്തെ ക്ലാസ് ഇന്നിടും. ഇന്നത്തെ ക്ലാസ് നാളെയാണ് ഇടുന്നത്. അതല്ല ഞാൻ പറഞ്ഞ, യെസ്റ്റർഡേ ഞെക്കുമ്പോഴൊക്കെ ഡേ ബിഫോർ യെസ്റ്റർഡേ ക്ലാസ് കിട്ടുന്നതെന്ന്. അതുമല്ല ഫോണിന്റെ കുഴപ്പമായിരിക്കും. ഫോൺ കൊണ്ട് നന്നാക്കാൻ പറ്റും. കുഴപ്പമൊന്നുമില്ല. റിയ നോട്ടിഫിക്കേഷൻ വരും, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിലേക്ക്, റിയയുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കാണുക. അല്ലെങ്കിൽ ഇനി മിസ് ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് റിയക്ക് ഇങ്ങനെയുള്ള മിസ്സിന്റെ ക്ലാസ്സുമായി ബന്ധപ്പെടാത്ത ഇങ്ങനെയുള്ള ഡൗട്ട്സുകൾ ആണെങ്കിൽ മിസ് ക്ലാസ് കഴിഞ്ഞിട്ട് തരാം, ഒരു 2 മിനിറ്റ് തരാം. അപ്പൊ നമുക്ക് ക്ലാരിഫിക്കേഷൻ നടത്താം കേട്ടോ. മിസ് ക്ലാസ് എടുക്കണതിന്റെ ഇടയിൽ ഇങ്ങനെ ചോദിക്കുമ്പോ മറ്റുള്ള പിള്ളേർക്കും അതൊരു ഡിസ്റ്റർബൻസ് ആണ്. ഓക്കെ ആയോ? മിസ് ക്ലാസ് കഴിഞ്ഞിട്ട് റിയക്ക് കുറച്ച് ടൈം തരാം ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട്. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു. വെൽക്കം. ഓക്കെ. ഓക്കെ, ഇപ്പൊ മിസ് എന്താ പറഞ്ഞേ? ഹോസ്പിറ്റലിൽ നിന്ന് ആ പേഷ്യൻസിന് ലഭിക്കുന്ന സർവീസുകളുടെ ക്വാളിറ്റി അല്ലെ, ഗുണനിലവാരം, അല്ലെങ്കിൽ അവിടെ നിന്ന് അവർക്ക് ലഭിച്ച പരിചരണങ്ങൾ, അതിലേക്ക് ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യനെയർ തയ്യാറാക്കി പേഷ്യൻസിൽ നിന്ന് ഫീഡ്ബാക്ക് എടുത്തിട്ടാണ് പേഷ്യന്റ് സർവേ, സാറ്റിസ്ഫാക്ഷൻ സർവേ അളക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് the patient satisfaction survey questionnaire helps evaluate basic metrics across patient care that help a medical institution in ascertaining the level of care extended and pitfalls in services. ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്നത് ഒരു പേഷ്യൻസിന്റെ എന്താണ് മൊത്തത്തിലുള്ള ആരോഗ്യ പരിചരണത്തിലാണ് അല്ലെ നടത്തുന്നത്. ഒരു പേഷ്യൻസ് ഹോസ്പിറ്റലിനെ എൻറ്റർ ചെയ്ത് അവർ എക്സിറ്റ് ചെയ്യുന്ന വരെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ അളക്കുന്നില്ലേ? റിസപ്ഷൻ മുതലല്ലേ ലാസ്റ്റ് അവരിൽ നിന്ന് അവർ പോകുന്ന സർവീസുകൾ വരെയാണ് നമ്മൾ അളക്കുന്നത്. അപ്പൊ എന്താ, ഒരു രോഗിയുടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുമായി ബന്ധപ്പെട്ട് ഒരു രോഗി പരിചരണത്തിലുടനീളമുള്ള അവരുടെ എന്താണ് പ്രവർത്തനങ്ങളെ, ഫങ്ഷൻസിനെയാണ് വിലയിരുത്തുന്നത്. ഇത് എന്തിനൊക്കെ സഹായിക്കുന്നു? അങ്ങനെ ഒരു പേഷ്യൻസ് ഹോസ്പിറ്റലിൽ എൻട്രി ചെയ്ത് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുന്നവരെയുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തി കഴിഞ്ഞാൽ അത് ആ ഓർഗനൈസേഷനെ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു?
ആ പേഷ്യൻസിന് കൊടുത്ത പരിചരണത്തിന്റെ നിലവാരം അറിയാൻ സാധിക്കുന്നുണ്ടോ? ലെവൽ അല്ലെ? ആ പരിചരണത്തിന്റെ ആ പേഷ്യൻസിന് നൽകിയ പരിചരണത്തിന്റെ നിലവാരം അറിയാനും പിന്നെ അവർക്ക് കൊടുത്ത സർവീസുകൾ ആ ക്വാളിറ്റി കെയർ ആണ്. കൂടാതെ എന്താണ് അവർക്ക് കൊടുത്ത സർവീസുകളിൽ എന്തെങ്കിലും പിഴവുകളുണ്ടോ അല്ലെ, എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്നൊക്കെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ആ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറിയാനും സാധിക്കുന്നു. ക്ലിയർ ആയതാ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ രോഗി പരിചരണത്തിലുടനീളം ആ രോഗിയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്താനായി സാധിക്കുന്നു. ഇതുമൂലം ആ ഇൻസ്റ്റിറ്റ്യൂഷനെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനെ എന്ത് ചെയ്യാൻ സാധിക്കുന്നു? ഇത് ആ പരിചരണത്തിന്റെ നിലവാരത്തെ ആ പേഷ്യൻസിന് കൊടുത്ത പരിചരണം എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണ്, എത്രത്തോളം നിലവാരമുള്ളതാണ് എന്ന് അറിയാനും കൂടാതെ എന്താണ് സർവീസുകളിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ, എന്തെങ്കിലും പിഴവുകളുണ്ടോ എന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നു. ക്ലിയർ ആയത്? Next, 6 underlying metrics which patient satisfaction have to be measured on are. എന്തൊക്കെയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ അളക്കാനുള്ള, നമുക്ക് മെഷർ ചെയ്യാനുള്ള 6 അടിസ്ഥാന അളവുകൾ എന്തൊക്കെയായിരിക്കും? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ അളക്കാനുള്ള അടിസ്ഥാന അളവുകൾ ഏതൊക്കെയാണ്? കെയർ ഉൾപ്പെടുന്നുണ്ടോ? കെയർ ഉൾപ്പെടുന്നുണ്ടോ? പിന്നെ പറയേ, ഓരോന്നായിട്ട് പറയേ. മെഡിക്കൽ പ്രൊഫഷണലിന്റെ ബിഹേവിയർ അല്ലെ, സ്കില്ല്. ഓക്കെ. ക്വാളിറ്റി ഓഫ് ഡോക്ടേഴ്സ്. പിന്നെ എന്താണ്? ഫിനാൻഷ്യൽ അല്ലെ, കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെ. പിന്നെ നോക്കാം നമുക്ക്. ഫസ്റ്റ് വരുന്നത് ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ. അവിടുന്ന് അവർക്ക് ലഭിച്ച മെഡിക്കൽ കെയർ, വൈദ്യപരിചരണം എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് അല്ലെ, ഗുണനിലവാരമുള്ളതാണോ എന്നതിനെ അടിസ്ഥാനമാക്കുന്നുണ്ട്. പിന്നെ ഇന്റർപേഴ്സണൽ സ്കിൽസ് ഡിസ്പ്ലേഡ് ബൈ മെഡിക്കൽ പ്രൊഫഷണൽ. മെഡിക്കൽ പ്രൊഫഷണൽസ് എങ്ങനെയുള്ള സ്കില്ലാണ് പ്രകടിപ്പിക്കേണ്ടത്? ഇന്റർപേഴ്സണൽ സ്കിൽ അല്ലെ, കേട്ടിട്ടുണ്ടോ? ഇന്റർപേഴ്സണൽ സ്കില്ല്. 2 തരത്തിലുള്ള പേഴ്സണൽ സ്കിൽ ഉണ്ട് നമുക്ക്. 2 തരത്തിലുള്ള ഒരുപാട് സ്കില്ലുകൾ ഉണ്ട്, മൾട്ടിപ്പിൾ സ്കില്ലുകൾ ഉണ്ട്. അതില് പേഴ്സണുമായി ബന്ധപ്പെട്ട് 2 ടൈപ്പ് സ്കില്ല് പറയുന്നുണ്ട്. ഇന്റർപേഴ്സണലും ഇൻട്രാ പേഴ്സണലും. കേട്ടിട്ടുണ്ടോ? ഇന്റർപേഴ്സണൽ സ്കില്ലും ഇൻട്രാ പേഴ്സണൽ സ്കില്ലും. ഉണ്ടോ? അറിയേ. അപ്പൊ ഇന്റർപേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർപേഴ്സണൽ എന്ന് പറഞ്ഞാല് നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കില്ലേ, അവരുടെ ഇമോഷൻസ്, അവരുടെ ഫീലിങ്സുകള്. ചിലരിപ്പോ സൈക്കോളജിസ്റ്റുകൾക്കൊക്കെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ ഫീലിങ്സ് അല്ലെ, അവരുടെ ഇമോഷൻസ് ചേർന്ന് നിന്ന് അവര് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ അവരെന്തൊക്കെ വിഷമങ്ങളുണ്ട് അല്ലെ, അവരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് എന്നൊക്കെ ഒരു സൈക്കോളജിസ്റ്റിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? അത് വെച്ചിട്ടല്ലേ അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ അല്ലെ അവര് ചെയ്യുന്നത്, തെറാപ്പികൾ ചെയ്യുന്നത് സൈക്കോളജിസ്റ്റ്. അതേപോലെ ഇൻട്രാ പേഴ്സണൽ എന്ന് പറയുന്നത് നമുക്ക് സ്വന്തം തന്നെ മനസ്സിലാക്കാം നമുക്കുള്ള കഴിവുകൾ എന്താണ് അല്ലെ. ഇപ്പൊ ചിലവർക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടാവും, പക്ഷെ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല അല്ലെ, നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ഒരു ഉള്ള ആളുകൾ കണ്ടിട്ടില്ലേ?
അവർക്ക് എത്ര കഴിവുകൾ ഉണ്ടെങ്കിലും പ്രകടിപ്പിക്കാനായിട്ട് അല്ലെ, പെർഫോം ചെയ്യാനായിട്ട് ഒരു മടിയുണ്ട്, കോൺഫിഡൻസ് ലെവൽ കുറവ് അല്ലെ, കണ്ടിട്ടുണ്ടോ? ഇപ്പൊ മനസ്സിലായോ? ഇന്റർ പേഴ്സണലും ഇൻട്രാ പേഴ്സണലും. അപ്പൊ ഹോസ്പിറ്റലിലെ ഡോക്ടർക്ക് എങ്ങനെയുള്ള ഒരു സ്കില്ലാണ് വേണ്ടത്? മെഡിക്കൽ പ്രൊഫഷണൽസിന് എങ്ങനെയുള്ള ഒരു സ്കില്ലാണ് വേണ്ടത്? ഇന്റർ പേഴ്സണൽ അല്ലെ, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ, ഡോക്ടറുടെ അല്ലെങ്കിൽ മെഡിക്കൽ പേഴ്സണലിന്റെ അടുത്ത് വരുന്ന ആ പേഷ്യൻസിനെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് പ്രകടിപ്പിക്കുക. ക്ലിയർ ആയത്? ഞാൻ ചോദിച്ചാൽ പറയോ ഇന്റർ പേഴ്സണലും ഇൻട്രാ പേഴ്സണലും? നെക്സ്റ്റ്, ട്രാൻസ്പെറൻസി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കെയർ പ്രൊവൈഡർ ആൻഡ് പേഷ്യന്റ്. പേഷ്യന്റും കെയർ പ്രൊവൈഡറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം എങ്ങനെയുള്ളതായിരിക്കണം? സുതാര്യമായിരിക്കണം അല്ലെ, ട്രാൻസ്പെറൻസി ഉള്ളതായിരിക്കണം. വേണ്ടേ? ഇപ്പൊ ആ പേഷ്യൻസിനെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ, അവർക്ക് എന്തെങ്കിലും മേജർ ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആ പേഷ്യൻസ് ആ ഡോക്ടർ അത് മനസ്സിൽ വെച്ചിട്ട് കാര്യമുണ്ടോ? ഡോക്ടർ മനസ്സിൽ തന്നെ വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. എന്ത് ചെയ്യണം? ആ പേഷ്യൻസിന്റെ അടുത്ത് തുറന്ന് പറയണം അല്ലെ, വ്യക്തമായ കമ്മ്യൂണിക്കേഷനിലൂടെ, സുതാര്യമായ ഒരു ആശയവിനിമയത്തിലൂടെ അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? അപ്പൊ അങ്ങനെയുള്ള ഒരു ട്രാൻസ്പെറൻസി, സുതാര്യത ആ പേഷ്യന്റും പ്രൊവൈഡറും തമ്മിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് കെയർ അല്ലെ, പരിചരണത്തിന്റെ സാമ്പത്തിക വശങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം? കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെ, ചെലവ് കുറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ആവണ്ടേ? ചെലവ് കുറവാണെന്ന് വെച്ച് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ? പരിചരണത്തിൽ ഇല്ല. ചെലവ് കുറഞ്ഞ പക്ഷെ ക്വാളിറ്റി ഉള്ള ട്രീറ്റ്മെന്റുകൾ പേഷ്യൻസിന് നൽകുക. നെക്സ്റ്റ് എന്താണ്? ആക്സസ് ടു ഡോക്ടേഴ്സ് ആൻഡ് അതർ മെഡിക്കൽ പ്രൊഫഷണൽസ്. ഡോക്ടർമാരെയും മറ്റു മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ ലഭ്യത വേണ്ട ഹോസ്പിറ്റലില്. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റലില് ഡോക്ടേഴ്സിന്റെ മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ ലഭ്യത ഉണ്ടായിരിക്കണം. അക്സസിബിലിറ്റി ഓഫ് കെയർ അല്ലെ, നമുക്ക് ലഭിക്കുന്ന പരിചരണം എത്രത്തോളം ലഭിച്ചിട്ടുണ്ട് അല്ലെ, നല്ല രീതിയിൽ ലഭിച്ചിട്ടുണ്ട് വേണ്ടേ? ബെസ്റ്റ് പരിചരണം, ബെസ്റ്റ് കെയർ നമുക്ക് കിട്ടണം. കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള പരിചരണം നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കണം അല്ലെ. അപ്പൊ അക്സസിബിലിറ്റി ഓഫ് കെയർ ക്ലിയർ ആയത്? ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അളക്കുന്നത്. നെക്സ്റ്റ്, a patient satisfaction survey can be conducted any time during an electronic medical record or an electronic health record. നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എപ്പോ വേണമെങ്കിലും നടത്താം അല്ലെ. ഇപ്പൊ മിസ് പറഞ്ഞാലോ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാലോ. ആ ഹോസ്പിറ്റലിലെ വിസിറ്റിന് ശേഷം നമുക്ക് വീട്ടിലിരുന്ന് വേണമെങ്കിലും ചെയ്യാം അല്ലെ. എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എപ്പോ വേണമെങ്കിലും നമുക്ക് നടത്താം. എന്താണ്? ഡ്യൂറിങ് ആൻ ഇലക്ട്രോണിക്കൽ മെഡിക്കൽ റെക്കോർഡ്. EMR എടുക്കുമ്പോഴോ അല്ലെങ്കിൽ EHR ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളോ എടുക്കുന്ന സമയത്ത് വേണമെങ്കിലും നമുക്ക് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ചെയ്യാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ്, ഇറ്റ് ക്യാൻ ബി കംപ്ലീറ്റഡ് ബൈ വേ മൊബൈൽ. ഫിസിക്കൽ കോപ്പീസ് ഓഫ് സർവേ, വെബ്സൈറ്റ്, POS ഡിവൈസ്, അതായത് പോയിന്റ് ഓഫ് സ്കെയിൽ ഡിവൈസ് വെച്ച് നമുക്ക് ചെയ്യാം. കമ്പ്യൂട്ടർ ഇൻ വെയിറ്റിംഗ് റൂംസ് ഓർ എനി അതർ മീഡിയം വഴി ചെയ്യാൻ സാധിക്കുന്നു. എന്താണ്? നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ പല രീതിയിൽ പല വഴികളിലൂടെ ചെയ്യാം അല്ലെ. മൊബൈലിൽ ചെയ്യാലോ നമുക്ക്. ഫിസിക്കൽ കോപ്പീസ് അല്ലെ, പ്രിന്റഡ് കോപ്പി തന്നിട്ട് നമുക്ക് അതിൽ ചെയ്യാലോ. ഹോസ്പിറ്റലിൽ നിന്ന് പ്രിന്റഡ് കോപ്പി ചെയ്തിട്ട് നമ്മളോട് അതൊന്ന് ഫിൽ ചെയ്ത് തരാൻ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം അല്ലെ. വെബ്സൈറ്റ് ത്രൂ ചെയ്യാലോ, ഹോസ്പിറ്റൽ വെബ്സൈറ്റ് ത്രൂ ചെയ്യാലോ. POS എന്ന് പറഞ്ഞാല് പോയിന്റ് ഓഫ് സ്കെയിൽ. പോയിന്റ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാല് ആപ്പ്, ഇന്റർനെറ്റ് ലിങ്ക് ഒക്കെ വഴി ചെയ്യില്ലേ.
അതാണ് പോയിന്റ് ഓഫ് സ്കെയിൽ വഴി നമുക്ക് ചെയ്യാനായി സാധിക്കുന്നു. അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ, നമുക്ക് വെയിറ്റിംഗ് റൂംസിൽ പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്ന റൂമിൽ കമ്പ്യൂട്ടർ വെച്ചെങ്ങാണ്ട് ചെയ്യാലോ. കമ്പ്യൂട്ടർ സെറ്റ് ചെയ്ത് അതുവഴി ചെയ്യാം. ഓർ എനി അതർ മീഡിയം, മറ്റു മാർഗങ്ങളിലൂടെയും നമുക്ക് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്താനായി ചെയ്യാനായി സാധിക്കുന്നു. ക്ലിയർ ആയത്? നെക്സ്റ്റ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രിന്റഡ് ആയിട്ട് കിട്ടില്ലേ, അതിന് തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ എങ്ങനെയായിരിക്കും ആ പ്രിന്റഡ് കോപ്പി ഇരിക്കുന്നത് എന്നാണ് നെക്സ്റ്റ് തന്നിരിക്കുന്നത്. നോക്കിയേ, ഡിയർ പേഷ്യന്റ്, എന്താണ്? വി ആർ ഇൻട്രസ്റ്റഡ് ടു നോ വാട്ട് യു തിങ്ക് അബൌട്ട് അവർ സർവീസ്. എന്താണ് ഞങ്ങളുടെ സർവീസുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചിന്തിച്ചത് എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. യുവർ പെർഫോമൻസ് ബൈ കംപ്ലീറ്റിംഗ് ദിസ് ബ്രീഫ് ഓർ 5 minute സർവേ ഇൻ കണക്ഷൻ വിത്ത് യുവർ വിസിറ്റ്. എന്താണ് നിങ്ങൾ ഈ സർവേ എന്താണ് 5 minute അല്ലെങ്കിൽ ഈ ചെറിയ സർവേ എന്താണ് ഫോം കംപ്ലീറ്റ് ചെയ്തിട്ട് എന്താണ് നിങ്ങളുടെ വിസിറ്റിലുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്താൻ ഞങ്ങളുമായി പങ്കിടുക. താങ്ക് യു ഫോർ ടേക്കിംഗ് ടൈം ടു ഷെയർ യുവർ എക്സ്പീരിയൻസ് വിത്ത് അസ്. എന്താണ് നിങ്ങളുടെ അനുഭവം ഞങ്ങളുമായി പങ്കിടാൻ സമയം അനുവദിച്ചതിന് അല്ലെങ്കിൽ സമയം എടുത്തതിന് നന്ദി. അല്ലെ, എന്താണ് നമുക്ക് കുറച്ച് സമയം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം അല്ലെ, മാർക്ക് ചെയ്യാനൊക്കെ വേണോ? അപ്പൊ നിങ്ങളുടെ അനുഭവം ഞങ്ങളുമായി പങ്കിടാൻ സമയമെടുത്തതിനും നന്ദി. ഡേറ്റ് ഓഫ് യുവർ അപ്പോയിന്റ്മെന്റ്സ്, അപ്പോയിന്റ്മെന്റ് എടുത്ത ഡേറ്റ്. പ്ലീസ് സർക്കിൾ യുവർ റെസ്പോൺസ്. എന്താണ് നമ്മുടെ റെസ്പോൺസ് ഏതാണോ, വെരി സാറ്റിസ്ഫൈഡ് ആണോ, സാറ്റിസ്ഫൈഡ് ആണോ, വെരി സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളത് റൗണ്ട് ചെയ്യാം. നോക്കിയേ, ഹൗ സാറ്റിസ്ഫൈഡ് ആർ യു വിത്ത് ദ ഫോളോയിങ്. എന്താണ് ഈ താഴെ പറയുന്നവയില് നിങ്ങൾ എത്രത്തോളം സംതൃപ്തരാണ്, താഴെ പറയുന്ന കാര്യങ്ങളില് നിങ്ങൾ എത്രത്തോളം സംതൃപ്തരാണ്. വെരി ഡിസാറ്റിസ്ഫൈഡ്, നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടോ, സാറ്റിസ്ഫൈഡ് ആണോ, വെരി സാറ്റിസ്ഫൈഡ് ആണോ, എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആണോ. നെക്സ്റ്റ് നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഈസ് ഓഫ് മേക്കിംഗ് അപ്പോയിന്റ്മെന്റ്സ് ഫോർ ചെക്കപ്സ്. ചെക്കപ്പുകൾക്കുള്ള അപ്പോയിന്റ്മെന്റ്സിന് എടുക്കുന്ന സമയം അല്ലെ, എടുക്കുന്നത് എളുപ്പമാണോ അല്ലെ, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിച്ചോ? അതിലെന്താണ്, അതിൽ ഫിസിക്കൽ എക്സാം, വെൽ വിസിറ്റ്, റുട്ടീൻ ഫോളോ അപ്സ്, അപ്പോയിന്റ്മെന്റ്സുകൾ, ഇതിന് നിങ്ങൾ എളുപ്പം ലഭിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിനുള്ള അപ്പോയിന്റ്മെന്റ്സ് വേഗത്തിൽ ലഭിച്ചോ? വെരി സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പൊ നമ്മുടെ ഡോക്ടർക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ റിസപ്ഷനിൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, അപ്പൊ നമ്മ എന്തിലും കൊടുക്കോ, സാറ്റിസ്ഫൈഡ് കൊണ്ടത് കൊടുക്കോ? ഇല്ല, എന്തിലും കൊടുക്കും, ആദ്യത്തേലും കൊടുത്തില്ല, അവർക്ക് 2 മാർക്ക് കൊടുക്കുള്ളൂ അല്ലെ. വെരി ഡിസാറ്റിസ്ഫൈഡ് ആണ് അല്ലെ. നെക്സ്റ്റ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 3 മാർക്ക് ചെയ്യാം. വെരി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇത് റൗണ്ട് ചെയ്യുക. എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇത് റൗണ്ട്. ചിലവിടെ നമുക്ക് ടിക്ക് ഇടാം കേട്ടോ. ചില ഹോസ്പിറ്റലിൽ നമ്മ എങ്ങനെയായിരിക്കും ആ കോളത്തിന്റെ അടിയിൽ ടിക്കറ്റ് കൊടുക്കില്ലേ, ചെക്ക് ലിസ്റ്റ് ഒക്കെ പോലെ, അങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ദ കംഫോർട്ട് ഓഫ് ദി റിസപ്ഷൻ ഏരിയ. നിങ്ങൾ റിസപ്ഷൻ ഏരിയയിൽ കംഫോർട്ട് ആയിരുന്നോ, അത് ഇങ്ങനെ നോക്കുക. നെക്സ്റ്റ് ഈസ് ഇൻ കോണ്ടാക്ടിങ് യുവർ ഡോക്ടർ. നിങ്ങളും ഡോക്ടറെ നിങ്ങൾക്ക് എളുപ്പത്തിൽ കോണ്ടാക്ട് ചെയ്യാൻ അല്ലെ, ബന്ധപ്പെടാൻ സാധിച്ചോ, അതായത് കാണാനായിട്ട് സാധിച്ചോ, ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ള മീനിങ്ങില്. നെക്സ്റ്റ് ഹൗ വാസ് ദ ക്ലീൻനെസ് ഓഫ് ദി ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ശുചിത്വം അല്ലെ എങ്ങനെയുണ്ട്. വെയിറ്റിംഗ് ടൈം ഇൻ അവർ ഓഫീസ്. അവരുടെ ഓഫീസിൽ നമ്മ എത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ദ കോർട്ടസി ഓഫ് ദി സ്റ്റാഫ്. ഹോസ്പിറ്റലിലെ സ്റ്റാഫുകള് എന്താണ് കോർട്ടസി എന്ന് പറഞ്ഞാൽ മര്യാദ, മര്യാദയോടെയാണ് പെരുമാറിയത് അല്ലെ. മര്യാദയുണ്ടോ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന്, അവിടുത്തെ ട്രീറ്റ്മെന്റിന്റെ ചിലവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്. നമുക്ക് ഒരുപാട് പൈസ വേണമെങ്കിൽ നമ്മ എന്ത് ചെയ്യും, സാറ്റിസ്ഫൈഡ് ആണെന്ന് കൊടുക്കോ,
ഒരുപാട് ചിലവുകൾ വരികയാണ്. നമ്മളിൽ നിന്ന് ടെസ്റ്റുകൾക്ക് ഡബിൾ ചാർജ് ഈടാക്കുകയാണ്. നമ്മൾ സാറ്റിസ്ഫൈഡ് എടുക്കോ? വെരി സാറ്റിസ്ഫൈഡ് എടുക്കോ? ഡിസാറ്റിസ്ഫൈഡ് എടുക്കും അല്ലേ? നെക്സ്റ്റ്, ഹൗ വാസ് അവർ ഡയഗ്നോസ്റ്റിക് സർവീസ്? ഞങ്ങളുടെ രോഗനിർണയ സേവനങ്ങൾ എങ്ങനെയുണ്ട്? നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? ദ ക്വാളിറ്റി ഓഫ് ദ ക്യാൻ യു റിസീവ്ഡ്? നിങ്ങളുടെ നിന്ന് ലഭിച്ച സ്വീകരിച്ച സർവീസുകള് ക്വാളിറ്റി ഉണ്ടോ? ഗുണനിലവാരമുണ്ടോ? യു ഓവറോൾ ഒപ്പീനിയൻ ഇൻ അവർ സർവീസസ്? ഓവറോൾ അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള സർവീസുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? ക്ലിയർ ആയല്ലോ? അത് നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാകുന്നതാണ്. ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. ക്ലിയർ ആയത്? അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഒന്നും വരില്ല കേട്ടോ. Next, patient satisfaction surveys benefit for patient and hospital. ഈ patient satisfaction survey അളക്കുന്നത് കൊണ്ട്, കണക്കാക്കുന്നത് കൊണ്ട് ഹോസ്പിറ്റലിനും പേഷ്യൻസിനും എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? ബെനിഫിറ്റ്സ് ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. എന്തൊക്കെയാണ്? എന്തൊക്കെയാണ്? ഇപ്പൊ കെയർ മാറ്റം വരുത്തി എന്താണ് ക്വാളിറ്റിയുള്ള കെയർസ് കൊടുക്കും അല്ലെ? എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലുകാർ അതൊക്കെ നികത്തി പേഷ്യൻസിന് എന്ത് കൊടുക്കും? നല്ല രീതിയിലുള്ള പരിചരണം കൊടുക്കും അല്ലെ? ഹോസ്പിറ്റലിന് എന്തൊക്കെ ഗുണങ്ങളുണ്ട്? വർദ്ധിച്ച് ലാഭം കിട്ടോ? പ്രോഫിറ്റ് കിട്ടോ? പിന്നെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അല്ലെ പെർഫോമൻസ് ബെറ്റർ ആക്കാൻ സാധിക്കോ? പിന്നെ എന്താണ്? പേഷ്യൻസിന് അവരുടെ വിശ്വസ്തത നേടാൻ സാധിക്കും അല്ലെ ഹോസ്പിറ്റലില്? പേഷ്യൻസിന് കൂടാതെ എന്താണ്? അങ്ങനെയുള്ള ബെറ്റർ സാറ്റിസ്ഫാക്ഷൻ കിട്ടും, ബെറ്റർ ആയിട്ടുള്ള കെയർ കിട്ടും, എന്ത് കിട്ടും? നല്ല ക്ലിനിക്കൽ ഔട്ട്കംസ് കിട്ടും അല്ലെ? നോക്കാം നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ്. നോക്കി, ബെറ്റർ ട്രീറ്റ്മെന്റ് ലഭിക്കുന്നതിലൂടെ എന്താണ്? ബെറ്റർ ഔട്ട്കംസ് പേഷ്യൻസിന് ലഭ്യമാക്കാൻ, ഹോസ്പിറ്റലുകാർക്ക് ലഭ്യമാക്കാനായി സാധിക്കുന്നു അല്ലെ? നോക്കി, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവീസ് benefit for patients and hospital. Patient satisfaction survey are an important way to scale how the patient feel about their experience with the practice. എന്താണ്? ആ ഹോസ്പിറ്റലിലെ പ്രാക്ടീസിലെ പ്രവർത്തനങ്ങളില് ആ പേഷ്യൻസ് അവിടുത്തെ പ്രാക്ടീസിലെ പ്രവർത്തനങ്ങളുടെ എക്സ്പീരിയൻസില്, അനുഭവങ്ങളില് പേഷ്യൻസ് എത്രത്തോളം ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലെ? കംഫർട്ട് ആയിട്ടുണ്ട്, അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണോ ലഭിച്ചത് എന്നതിനെ അളക്കുന്നതിനുള്ള, നമ്മൾ മെഷർ ചെയ്യുന്നതിനുള്ള ഒരു ഇമ്പോർട്ടന്റ് വേ ആണ്, ഒരു പ്രധാനപ്പെട്ട വഴിയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ അല്ലെ? ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിലയിരുത്തുന്നതിനുള്ള ഒരു വഴിയല്ലേ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ? ക്ലിയർ ആയത്? ബാക്കി എല്ലാവർക്കും ബിൻസിക്കും ബിൻഷക്കും ക്ലിയർ ആയോ? ഓക്കെ. ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളില് ഒരു പേഷ്യൻസിനെ എത്രത്തോളം ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലെ? അവർക്ക് ബെറ്റർ ആയിരുന്നോ, ഗുഡ് ആയിരുന്നോ അല്ലെ, സാറ്റിസ്ഫൈഡ് ആയിരുന്നോ എന്നുള്ള കാര്യങ്ങൾ അളക്കുന്നതിനുള്ള ഒരു പ്രധാന വഴിയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. Contented patients are more probable to suggest the hospital to others. എന്ത് ചെയ്യുന്നു? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, തൃപ്തരായിട്ടുള്ള പേഷ്യൻസ് എന്ത് ചെയ്യുന്നു? ആ ഹോസ്പിറ്റലിനെ മറ്റുള്ളവർക്ക് റെഫർ ചെയ്യുന്നു അല്ലെ? സജസ്റ്റ് ചെയ്യുന്നുണ്ടോ?
നമ്മളാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയി നമുക്ക് നല്ല ട്രീറ്റ്മെന്റുകൾ കിട്ടി, നമുക്ക് ബെറ്റർ ട്രീറ്റ്മെന്റുകളാണ് കിട്ടിയത്, നല്ല ഡോക്ടേഴ്സ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ സർവീസുകളാണ് ലഭിച്ചതെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യും, നമ്മുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ പറഞ്ഞു കൊടുക്കും അല്ലെ, പിന്നെ ഹോസ്പിറ്റലിൽ പോയാൽ മതി അല്ലേ ആണോ? അപ്പൊ സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് എന്ത് ചെയ്യുന്നു, ഈ ഹോസ്പിറ്റലിനെ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുന്നു, നിർദ്ദേശിക്കുന്നു. ആൻഡ് ദേ ആർ ഓൾസോ ലെസ് പ്രോബബിൾ ടു ഫയൽ കംപ്ലൈന്റ്സുകൾ. അവര് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ടോ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ്? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്, കംപ്ലൈന്റ്സുകൾ രജിസ്റ്റർ ഫയൽ ചെയ്യാനുള്ള സാധ്യതയും കുറവാണ്. Earning and maintaining high patient satisfaction scores benefits medical organization and the patients in a lot of ways. നമുക്ക് patient satisfaction scores earn ചെയ്യുന്നത് കൊണ്ടും അത് നമ്മൾ മെയിൻറ്റെയിൻ നിലനിർത്തുന്നത് കൊണ്ടും എന്താണ്, മെഡിക്കൽ ഓർഗനൈസേഷൻസിനും പേഷ്യൻസിനും ഒരുപാട് എന്താണ് ബെനിഫിറ്റ്സുകൾ ഉണ്ട് അല്ലെ, ഗുണങ്ങളുണ്ട്. പല രീതിയിലും ഇവര് ഗുണം ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നമുക്ക് ഹോസ്പിറ്റലിലെ വെബ്സൈറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ലേ, ഇവിടെ നിന്ന് വരുന്ന പേഷ്യൻസിൽ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ, സ്റ്റാറ്റിസ്റ്റിക്കലി റെപ്രസെന്റേഷൻ വഴി. അപ്പൊ അതെന്താണ്, ഒരു ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റിൽ വേറെ ആരെങ്കിലും കയറി കഴിഞ്ഞാൽ അവർക്കും കൂടി കാണാൻ സാധിക്കില്ലേ ആ ഹോസ്പിറ്റലിലെ പെർഫോമൻസ് എത്രത്തോളം നല്ല രീതിയിലാണെന്ന്. ആണോ? ഇപ്പൊ നമ്മ മീഷോന്ന് അതല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഒരു ഡ്രസ്സ് എടുക്കാറില്ലേ, ഡ്രസ്സ് എടുക്കൂലേ? അപ്പൊ നമ്മ എന്ത് നോക്കിയിട്ടാ ഡ്രസ്സ് എടുക്കാം? നമുക്കൊരു ഡ്രസ്സ് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മ അതിന്റെ റിവ്യൂസ് നോക്കൂ അല്ലേ? ആണോ? എന്നിട്ടാണോ നമ്മ എടുക്കുന്നത്? അപ്പൊ എന്ത് ചെയ്യും, ആളുകൾ ആ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയാനായിട്ട് വെബ്സൈറ്റിൽ കയറുമ്പോൾ എന്താണ്, അവിടെ വന്നിരിക്കുന്ന പേഷ്യൻസിൽ 99% അല്ലെങ്കിൽ ഒരു 98% ആളുകൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, അവര് ട്രീറ്റ്മെന്റിന് വേണ്ടി ആ ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കും അല്ലേ? ആണോ? ക്ലിയർ ആയത്? അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലെ സ്കോർ നമ്മ ഒരുപാട് ഏൺ ചെയ്യുന്നത് കൊണ്ടും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടും പേഷ്യൻസിനും ആ ഓർഗനൈസേഷനും ഒരുപാട് രീതിയിൽ ബെനിഫിറ്റ്സുകൾ, ഗുണങ്ങളുണ്ട്. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് പേഷ്യന്റ് ലോയൽറ്റി ആൻഡ് റിട്ടൻഷൻ. പേഷ്യൻസിന്റെ വിശ്വസ്ത, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസിന് എന്ത് കിട്ടും, ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു വിശ്വസ്തത കിട്ടാണ് അല്ലെ, വിശ്വാസം വരെയല്ല അവരുടെ ട്രീറ്റ്മെന്റില്. ഇപ്പൊ നമ്മുടെ ചെറിയ കുട്ടികളുള്ളവർക്ക് അറിയാം, ആ കുട്ടികളെ നമ്മൾ ചിലപ്പോ ഒരുപാട് നാൾ ആ കുഞ്ഞിന്റെ ചെറുപ്പം മുതൽ ഒരു ഡോക്ടറെ തന്നെയായിരിക്കും അല്ലെ കൺസൾട്ട് ചെയ്യുന്നത്, ഒരു പീഡിയാട്രീഷ്യന് ആ ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും കൊണ്ടുപോകുന്നത്. ഉണ്ടോ? അത് എന്തുകൊണ്ടാണ് നമ്മ അവിടെ തന്നെ കൊണ്ടുപോകുന്നത് ട്രീറ്റ്മെന്റിന് വേണ്ടി? ഒരു ചെറിയ പനി വന്നാലും നമ്മ അവിടെ തന്നെ, ട്രസ്റ്റ് അല്ലെ, അവരിലുള്ള വിശ്വാസം അല്ലേ? അതെന്താണ്, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എങ്ങനെയുള്ളവരായിരിക്കും, ആ ഹോസ്പിറ്റലിനെ വിശ്വസ്തതയുള്ളവരും അവരെ അവിടെ ആ ഹോസ്പിറ്റലിൽ തന്നെ നിലനിർത്താനായിട്ട് റിട്ടൻഷൻ ചെയ്യാനും സാധിക്കുന്നു. ക്ലിയർ ആയത്? പറയാം, നോക്കിക്കോ. പേഷ്യൻസ് have more choices in connection with their health care than ever before അല്ലെ? രോഗികൾക്ക് പേഷ്യൻസിന് അവരുടെ ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട്, ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോയ്സസ് ഉണ്ട് അല്ലെ? ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ ടൗണില്, നമ്മുടെ വീടിരിക്കുന്ന ആ ടൗണിൽ, ആ ഏരിയയിൽ ഒരു ഹോസ്പിറ്റലാണോ ഉള്ളത്, 1-2 ഹോസ്പിറ്റലാണോ ഉള്ളത്? അല്ല അല്ലെ, ഒരുപാട് ഹോസ്പിറ്റൽ ഉണ്ട് അല്ലെ? അപ്പൊ അതെന്താണ്, നമ്മുടെ ചോയ്സ് വർദ്ധിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? അപ്പൊ എന്താ, പേഷ്യൻസിന് അവരുടെ ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോയ്സുകൾ ഉണ്ട്. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ മോർ പ്രോബബിൾ ടു ബി ഫെയ്ത്ത്ഫുൾ പേഷ്യൻസ്.
സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എങ്ങനെയുള്ളവരായിരിക്കും? ആ ഹോസ്പിറ്റലിന് വിശ്വസ്തതയുള്ളവരായിരിക്കും അല്ലെ? സംതൃപ്തിയുള്ള പേഷ്യൻസ് ആ ഹോസ്പിറ്റലിനോട് വിശ്വസ്തതയുള്ളവരായിരിക്കും. ദിസ് നോട്ട് ഓൺലി മീൻസ് ദാറ്റ് they will schedule the necessary checkups, follow-ups and other required appointments, but they are more probable to keep them. എന്ത് ചെയ്യുന്നു? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് വീണ്ടും അവിടെ തന്നെ ചെക്കപ്പിനുള്ള അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കുന്നു അല്ലെ? ഷെഡ്യൂൾ ചെയ്യുന്നുണ്ടോ? അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യും അല്ലെ? വീണ്ടും എന്തെങ്കിലും അസുഖങ്ങൾ വന്നാലോ ഫോളോ അപ്പിന് വേണ്ടിയിട്ടോ അല്ലെ? അതർ റിക്വയർഡ് മെഡിക്കൽ അപ്പോയിന്റ്മെന്റ്സിന് വേണ്ടിയിട്ടോ അതിൽ എന്താണ് അവിടെ തന്നെ വീണ്ടും വരുന്നു. ബട്ട് ദേ ആർ മോർ പ്രോബബിൾ ടു കീപ് ദം എന്നൊക്കെ അവരെ അവിടെ തന്നെ നിലനിർത്താനായിട്ട് സാധിക്കുന്നു. ക്ലിയർ ആയോ? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എന്ത് ചെയ്യുന്നു? ചെക്കപ്പുകൾക്ക് വേണ്ടി അതല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടി വീണ്ടും ആ ഹോസ്പിറ്റലിലേക്ക് തന്നെ വരുന്നു അല്ലെ? ഫോളോ അപ്പുകൾ അവർ വീണ്ടും അവിടെ തന്നെ നടത്തുന്നു. കൂടാതെ മറ്റ് അപ്പോയിന്റ്മെന്റ്സുകൾ മെഡിക്കൽ ആയിക്കോട്ടെ മറ്റുള്ള സർവീസ് ഇപ്പൊ എന്താണ് ലാബ് ടെസ്റ്റുകൾ, സ്കാനിങ്ങൾ, ഓപ്പറേഷൻസ്, സർജറിയിലെ പല അപ്പോയിന്റ്മെന്റ്സുകൾ ആവശ്യമായിട്ട് വരും അല്ലെ? പേഷ്യൻസിന് അവരെല്ലാം ആ ഹോസ്പിറ്റലിൽ തന്നെ എടുക്കുന്നു. കൂടാതെ എന്താണ് നമുക്ക് അവരെ അവിടെ തന്നെ നിലനിർത്താനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ്, സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ ഓൾസോ ഗ്രാൻഡ് അംബാസിഡർ ഫോർ ഹോസ്പിറ്റൽ. ഗ്രാൻഡ് അംബാസിഡർ അല്ലെ? ഇപ്പൊ നമുക്കറിയാം ഗ്രാൻഡ് അംബാസിഡർ എന്ന് പറഞ്ഞാൽ എന്താ? പബ്ലിസിറ്റി അല്ലെ? പ്രൊമോഷൻ കൊടുക്കുന്നവര് അല്ലെ? ഇപ്പൊ നമുക്കറിയാം മലബാർ ഗോൾഡ് എൻഡോവ്മെന്റിന്റെ പ്രൊമോഷൻ ആരാണ്? ബ്രാൻഡ് അംബാസിഡർ ആരാ? മോഹൻലാൽ അല്ലെ? ആളെന്താ ചെയ്യുന്നേ? ആ ജ്വല്ലറിയുടെ പരസ്യം പ്രൊമോഷൻ കൊടുക്കാണോ ചെയ്യുന്നത്? അപ്പൊ എന്ത് ചെയ്യും? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എന്ത് ചെയ്യും? അവരുടെ വായ്മൊഴികളിലൂടെ അല്ലെ മറ്റുള്ളവർക്ക് റെഫർ ചെയ്തും സജസ്റ്റ് ചെയ്തും എന്ത് ചെയ്യുന്ന ഒരു പ്രൊമോഷൻ കൊടുക്കാണ്. ഹോസ്പിറ്റലിന് ഒരു പ്രൊമോഷൻ കൊടുക്കുകയല്ലേ ചെയ്യുന്നത്? ആണോ? അപ്പൊ എന്താ? സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആ ഹോസ്പിറ്റലിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആയിരിക്കും. They tell their friends and family about good experience and bad ones with their friends and family. എന്താണ് അവര് അവരുടെ ഫ്രണ്ട്സിനും അവരുടെ ഫാമിലിക്കും ഹോസ്പിറ്റലിനെ കുറിച്ച് ഹോസ്പിറ്റലിൽ നിന്നുള്ള ഗുഡ് എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസിനെ കുറിച്ച് ബാഡ് വൺസ് മോശമായ കാര്യങ്ങളെ കുറിച്ച് അവരുടെ ഫ്രണ്ട്സിനോടും അവരുടെ ഫാമിലിയോടും പറയുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ്, ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി. എന്താണ്? വർദ്ധിച്ച് ലാഭം ഉണ്ടാക്കുന്നു അല്ലെ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ലാഭം ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും ലാഭം കിട്ടുന്നതെന്ന് പറയുന്നത്? They tell their friends and family about good experience and bad ones with their friends and family. എന്ത് ചെയ്യുന്നു? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് അവരുടെ എല്ലാ എക്സ്പീരിയൻസ് അല്ലെ? ഒരു നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ എല്ലാ എക്സ്പീരിയൻസിനെ കുറിച്ച് അവർ ആരുടെ അടുത്ത് പറയുന്നു? അവരുടെ ഫ്രണ്ട്സിന്റെ അടുത്തും അവരുടെ ഫാമിലിയുടെ അടുത്തും റിലേറ്റീവ്സിന്റെ അടുത്തും പറഞ്ഞു കൊടുക്കോ? ഓക്കെ. ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി. ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വർദ്ധിച്ച ലാഭം ഉണ്ടാക്കുന്നു. എങ്ങനെയായിരിക്കും? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയില് ഒരുപാട് സ്കോർ ലഭിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ലാഭം വർദ്ധിക്കുക? പേഷ്യൻസിനെ അവിടെ തന്നെ നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നു അല്ലെ? എക്സിസ്റ്റിംഗ് അവിടെ നിലവിലുള്ള പേഷ്യൻസിനെ നമുക്ക് അവിടെ തന്നെ നിലനിർത്താൻ സാധിക്കുന്നു. കൂടാതെ നമുക്ക് എന്ത് കിട്ടുന്നു? പഴയ അവിടെ നിന്ന് പോയാ അല്ലെ പേഷ്യൻസിനെ കിട്ടുന്നു, തിരിച്ചു വരുന്നു അല്ലെ? കൂടാതെ എന്താണ്? നമുക്ക് ന്യൂ പേഷ്യൻസിനെ കിട്ടുന്നു അല്ലെ? പുതിയ പേഷ്യൻസിനെ കിട്ടില്ലേ? അപ്പൊ അതുവഴി അവർക്ക് എന്താണ്? വലിയ
ന്യൂ കസ്റ്റമറിനെ കിട്ടുന്നു. അപ്പൊ നോക്കിയേ, contented patients eventually lead to increased profit for hospital in many ways. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് പലതരത്തിലെ ഹോസ്പിറ്റലുകൾക്ക് പ്രോഫിറ്റ് ലാഭം ഉണ്ടാക്കുന്നുണ്ട്, ലാഭം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഫസ്റ്റ് contented patients show up their അപ്പോയിന്റ്മെന്റ്സുകൾ. എന്താണ് contented ആയിട്ടുള്ള, അതായത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് അവർ വീണ്ടും അപ്പോയിന്റ്മെന്റ്സുകൾ അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടും ചെക്കപ്പുകൾക്ക് വേണ്ടിയിട്ടും ഫോളോ അപ്പിന് വേണ്ടിയിട്ടും വീണ്ടും ആ ഹോസ്പിറ്റലിൽ തന്നെ അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കുന്നു. വിച്ച് മീൻസ് ദ ഹോസ്പിറ്റൽ ഡോണ്ട് ലോസ് മണി ഓൺ ഡെഡ് അവേഴ്സ് ഡ്യൂറിംഗ് ദ ഡേ. അതുകൊണ്ട് എന്താണ് ഇങ്ങനെ അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കുന്നത് വഴി അവർക്ക് ഒരു സമയം പാഴായി പോകുന്നില്ല അല്ലെ? ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക് വേസ്റ്റ് ആയി പോവോ? അവർ ഏത് നേരവും എൻഗേജ്ഡ് ആയിരിക്കും അല്ലെ? അപ്പൊ അതുവഴി ഡെഡ് ടൈം വഴി അവർക്ക് നഷ്ടമാകുന്ന ആ പ്രോഫിറ്റ്, ആ പൈസ കുറയ്ക്കാനും സാധിക്കുന്നു. ഒരു ഹോസ്പിറ്റലിൽ 1 or 2 പേഷ്യൻസ് ആണോ വരുന്നത്? ഒരുപാട് പേഷ്യൻസ് വരും അല്ലെ? അപ്പൊ അവിടെയുള്ള സ്റ്റാഫുകൾ എന്തായിരിക്കും? ഒരുപാട് പേഷ്യൻസ് വരുമ്പോ അവരെന്തായിരിക്കും? ഫുൾ ബിസി ആയിരിക്കും അല്ലെ? ബിസി ഷെഡ്യൂൾ ആയിരിക്കും. എന്താണ് പേഷ്യൻസ് അവിടെ വീണ്ടും അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കുന്നത് വഴി എന്താണ് അവർക്ക് വെറുതെ പാഴാക്കി കളയുന്ന സമയത്തുള്ള എന്താണ് പൈസ നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നു, ലാഭിക്കുന്നു. സെക്കൻഡ്, they also provide grand reviews and patient satisfaction result. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എന്ത് ചെയ്യുന്നു? നല്ല രീതിയിലുള്ള ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള റിവ്യൂ കൊടുക്കുന്നു അല്ലെ? കൂടാതെ എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ റിസൾട്ട് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു അല്ലെ? വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നില്ലേ അവര്? അപ്പൊ എന്ത് ചെയ്യുന്നു? ഇതെന്തിലേക്ക് നയിക്കുന്നു? ദാറ്റ് ലീഡ്സ് ടു ന്യൂ പേഷ്യന്റ് അക്വിസിഷൻ അല്ലെ? ഇത് അവർക്ക് എന്താണ്? ആ ഹോസ്പിറ്റലിന് പുതിയ പേഷ്യൻസിനെ ലഭിക്കുന്നു. കൂടാതെ എന്താണ്? ആൻഡ് ഇംപ്രൂവ്ഡ് ഇൻഷുറൻസ് റിംബേഴ്സ്മെന്റ്, അവർക്ക് അവരുടെ തിരിച്ചടവ്, ഇൻഷുറൻസ് തിരിച്ചടവ് ഇംപ്രൂവ് ചെയ്യാനും വർദ്ധിപ്പിക്കാനായും സാധിക്കുന്നു. ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലല്ല ഇപ്പൊ മിക്ക ആളുകളും എങ്ങനെയാണ് ട്രീറ്റ്മെന്റിന് വേണ്ടി ക്ലെയിമുകൾ ഇൻഷുറൻസ് എടുക്കുന്നവരാണോ? അല്ലെ? എന്താണ് ഇപ്പൊ നമ്മള് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് അല്ലെ? ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് ഒരുപാട് അസുഖങ്ങൾ വരാണ് അല്ലെ? ചിലപ്പോ അവരെ ചെലവിനെക്കാട്ടിയും കൂടുതൽ അവർക്ക് എന്തിന് ചെലവാകുന്നു? ചെലവല്ല, വരുമാനത്തെക്കാൾ കൂടുതൽ അവർക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി ചെലവാക്കേണ്ടി വരുന്നു അല്ലെ? ഇപ്പൊ പണ്ടൊക്കെ നമ്മ ഈ ഹാർട്ട് അറ്റാക്ക്, ബ്ലോക്ക്, ഹോസ്പിറ്റൽ എക്സ്പെൻസ്, ഹാർട്ട് അറ്റാക്ക്, ബ്ലോക്ക്, കൊളസ്ട്രോൾ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഒരു 50-55 വയസ്സിന് മേലെ ഉള്ളവർക്കല്ലേ കേട്ടിരിക്കുന്നത്? ആണോ? ഇപ്പൊ എന്താ? ചിലപ്പോ ജനിച്ചു വീഴുന്ന കുഞ്ഞിന് അല്ലെങ്കിൽ 3 വയസ്സായ കുഞ്ഞുങ്ങൾക്ക് ഹാർട്ട് ഇഷ്യൂസ് ഒക്കെ കേൾക്കുന്നുണ്ടോ? ഉണ്ടല്ലേ? അപ്പൊ എന്താണ് അതിനുള്ള ട്രീറ്റ്മെന്റിനുള്ള ചെലവും കൂടുതലാണോ? അപ്പൊ എന്ത് ചെയ്യുന്നു? മിക്ക ആളുകളും എന്തെടുക്കുന്നുണ്ട്? ഇൻഷുറൻസുകൾ എടുക്കും അല്ലെ? അപ്പൊ എന്താ? ഹോസ്പിറ്റലിലെ പുതിയ ഇൻഷുറൻസുകൾ, ക്ലെയിമുകളൊക്കെ എടുക്കും. അപ്പൊ പുതിയ പേഷ്യൻസിനെ കിട്ടുക, ഒരുപാട് ആളുകളെ കിട്ടിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന് ഇൻകം കൂടും അല്ലെ? ഇൻഷുറൻസ് വഴിയുള്ള ഇൻകം കൂടുതൽ ചെയ്യാം. ഇതാണ് ഇംപ്രൂവ്ഡ് ഇൻഷുറൻസ് റീഇംബേഴ്സ്മെന്റ്. ക്ലിയർ ആയത്? ഓക്കെ, നെക്സ്റ്റ് എൻഹാൻസ്ഡ് സ്റ്റാഫ് മോറൽ. എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? സ്റ്റാഫിന്റെ മനോവീര്യം വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നു. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ സ്കോർ നമുക്ക് ഒരുപാട് ഏൺ ചെയ്യുന്നത് മൂലം സ്റ്റാഫുകളുടെ മോറൽ വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നു അല്ലെ? നോക്കിയേ, generating a patient-focused cultures doesn't have to come at the cost of employee satisfaction. ഇങ്ങനെയുള്ള ഒരു ഇതാണ് കൾച്ചറാണ് ഹോസ്പിറ്റലിൽ പറയുന്നത്, പേഷ്യന്റ് സെന്റേർഡ് കൾച്ചർ അല്ലെ? പേഷ്യൻസിന് കൂടുതൽ മുൻഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു സംസ്കാരം, ഒരു ട്രീറ്റ്മെന്റ് അല്ലെ പറഞ്ഞേ? പക്ഷെ എന്ത് ചെയ്യുക? അങ്ങനെയുള്ള പേഷ്യന്റ് ഫോക്കസ്ഡ് കൾച്ചർ അല്ലാതെ
നമ്മ ആരെയും കൂടി കൺസിഡർ ചെയ്യാം ഹോസ്പിറ്റലില്, ഹോസ്പിറ്റൽ സ്റ്റാഫുകളെയും കൂടി കൺസിഡർ ചെയ്യാം അല്ലെ. ഹോസ്പിറ്റൽ സ്റ്റാഫുകളെയും കൂടി ഉൾപ്പെടുത്തുക. നെക്സ്റ്റ്, in fact, taking steps to involve and motivate your staff is a crucial part of delivering outstanding patient care. ഈ പേഷ്യൻസിനുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള മികച്ച പരിചരണം കൊടുക്കാനായിട്ട് എന്തൊക്കെ ഭാഗമാവുന്നുണ്ട്, അതിന്റെ ക്രൂഷ്യൽ പാർട്ട് ആവുന്നുണ്ട്. നമ്മ ആ സ്റ്റാഫുകളെ എല്ലാത്തിലും ഉൾപ്പെടുത്തുക അല്ലെ, ഇൻവോൾവ് ചെയ്യിക്കുക അല്ലെ, അവരുടെ ഒപ്പീനിയൻസ് ചോദിക്കുക അല്ലെ, സ്റ്റാഫുകളുടെ ഒപ്പീനിയൻസ് ചോദിക്കുക, അവരുടെ അഭിപ്രായങ്ങൾ അല്ലെ, അവരെയും കൂടി ഉൾപ്പെടുത്തുക. കൂടാതെ എന്താണ്, അവരെ മോട്ടിവേറ്റ് ചെയ്യുക അല്ലെ, പ്രചോദനം കൊടുക്കുക അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ്, നമുക്ക് പേഷ്യൻസിന് ഔട്ട്സ്റ്റാൻഡിങ് പേഷ്യന്റ് കെയർ കൊടുക്കുന്നതിനുള്ള കാരണമാകുന്നു അല്ലെ. പേഷ്യൻസിന് നമ്മ സ്റ്റാഫുകൾക്ക് എന്താണ്, അവരെ ഉൾപ്പെടുത്തി അവർക്ക് കൂടുതൽ മോട്ടിവേഷൻ ഒക്കെ കൊടുത്ത് നമ്മ നല്ല കെയർസ് ആണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ്, പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നു അല്ലെ. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ്, healthcare settings are often high stress environment. ആണോ? ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ ഹൈ സ്ട്രെസ് എൻവയോൺമെന്റ് ആണോ? ആണ് അല്ലെ. നമ്മ ഒരു കുറച്ചു നേരം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് നമ്മൾ കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ അവിടെ ഒന്ന് പോയി നിന്നാൽ മതി. നമുക്കറിയാം എത്രത്തോളം സ്ട്രെസ് ആണെന്ന് അല്ലെ. അവിടേക്ക് പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോൾ ആക്സിഡന്റ് പറ്റി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേസുകൾ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ. എന്താണ് ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാല് ഹൈ സ്ട്രെസ് എൻവയോൺമെന്റ് ആണ്. Training and strengthening the employees make them able to perform their jobs to the best of their abilities and make them feel valued and increase the staff retention. നമുക്ക് ഹോസ്പിറ്റലില് അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ നൽകുക, ആ എംപ്ലോയീസിനെ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളെ സ്ട്രെങ്തൻ ചെയ്യാം. അപ്പൊ എന്ത് പറ്റും, അവരുടെ ജോബ്സ് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് കൂടുതൽ മികച്ച രീതിയിൽ ചെയ്യാൻ സാധിക്കും അല്ലെ. സാധിക്കും. നമ്മൾ അവരെ സ്ട്രെങ്തൻ ചെയ്യാൻ, മോട്ടിവേറ്റ് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്യാൻ അവർക്ക് ട്രെയിനിങ്ങുകൾ നൽകുന്ന, അപ്പൊ അവർക്ക് എന്താണ് കോൺഫിഡൻസ് കൂടെ, അവർക്ക് എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവർക്ക് എന്താണ് ബെറ്റർ ആയിട്ട് ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കില്ലേ. പെർഫോം ദെയർ ജോബ് ടു ബെസ്റ്റ് ദെയർ എബിലിറ്റീസ്, അവരുടെ കഴിവുകൾക്കനുസരിച്ച് അവർക്ക് ബെറ്റർ ആയിട്ട് നല്ല രീതിയിലായി അവരുടെ ജോലികൾ ചെയ്യാൻ സാധിക്കുന്നു. കൂടാതെ എന്താണ്, ആൻഡ് മേക്സ് ദം ഫീൽ വാല്യൂ, അവരെ കൺസിഡർ ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അവരെ എല്ലാ കാര്യത്തിലും നമ്മൾ പരിഗണിക്കുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്, അവർക്കൊരു വില കൊടുക്കുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും, നല്ല രീതിയിൽ പെർഫോം ചെയ്യോ അല്ലേ. അപ്പൊ എന്താണ്, എല്ലാത്തിലും മേക്ക് ദം ഫീൽ വാല്യൂ, അവർക്ക് ഒരു മോട്ടിവേഷൻ, അവർക്ക് ട്രെയിനിങ്ങുകൾ നൽകുക, അവരെ എല്ലാത്തിലും ഉൾപ്പെടുത്തുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും, അവരെ വില കൊടുക്കുന്നുണ്ട്, അവരെ കൺസിഡർ ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് തന്നെ ഒരു ഫീൽ ഉണ്ടാകുന്നു. ആൻഡ് ഇൻക്രീസ് സ്റ്റാഫ് റിട്ടൻഷൻ. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മൊരു ഹോസ്പിറ്റലിൽ എന്നല്ല ഏതൊരു ഓഫീസിലും വർക്ക് ചെയ്യുമ്പോൾ നമ്മളോട് നല്ല രീതിയിൽ അവര് പെരുമാറുന്ന, നമ്മുടെ കാര്യങ്ങൾ ചോദിക്കുന്ന, നമ്മളോട് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ്സുകൾ ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്യോ, മോട്ടിവേറ്റ് ചെയ്യുന്നു, നമുക്ക് ചെയ്യും അല്ലെ. അതല്ല, നമ്മൾ ഒട്ടും പരിഗണിക്കുന്നില്ല, നമ്മൾ എത്രത്തോളം ബെറ്റർ ആയി നമ്മുടെ പെർഫോമൻസ് നമ്മുടെ ജോബ് ചെയ്താലും നമ്മളൊന്നിനും കൺസിഡർ ചെയ്യുന്നില്ല, ഒരു വിലയും തരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മ ഒരു വർഷം ഒരു 6 മാസം നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നിർത്തില്ലേ, അവിടെ വേറൊരു ജോലി ബെറ്റർ ഓപ്പർച്യൂണിറ്റിക്ക് ട്രൈ ചെയ്യില്ലേ അല്ലേ. നമുക്ക് അടിച്ചു പിടിച്ച് അവിടെ നിൽക്കോ, ഇവിടെ നിന്നേ പറ്റൂ എന്നുള്ള രീതിയിൽ നിൽക്കോ നമ്മ, ഇല്ല അല്ലെ. നമുക്ക് വർക്ക് ചെയ്യാനുള്ള അല്ലെ ഒരു നല്ലൊരു എൻവയോൺമെന്റ് വേണം അല്ലെ, ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ വേണം അല്ലെ, എവിടെ വർക്ക് ചെയ്താലോ ഉണ്ടേ.
അപ്പൊ ഈ സ്റ്റാഫുകളെ എങ്ങനെ നമ്മൾ എല്ലാത്തിനും ഉൾപ്പെടുത്തുന്നു, ഇൻവോൾവ് ചെയ്യിക്കുന്നു, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു, അവർക്കുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നു, അവരെ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, സ്റ്റാഫുകളെ അവിടെ നിലനിർത്താനാണ്, അവിടെ തന്നെ അവരെ നിലനിർത്താനായും സാധിക്കുന്നു. അല്ലെ? ക്ലിയർ ആയോ? എന്താ നെക്സ്റ്റ്, experienced staff know how to carry out attentive service. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫിന്, മെഡിക്കൽ സ്റ്റാഫുകൾ, ഡോക്ടർക്കായിരിക്കട്ടെ നഴ്സുമാർക്കായിരിക്കട്ടെ അറിയാൻ സാധിക്കും അല്ലെ, ഒരു ശ്രദ്ധയുള്ള സർവീസ്, അറ്റൻറ്റീവ് സർവീസ്, ശ്രദ്ധയുള്ള സേവനങ്ങളിൽ എങ്ങനെ കൊടുക്കണം എന്ന് അവർക്ക് അറിയാൻ സാധിക്കും. ഒരു പേഷ്യൻസിനെ അല്ലെ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേഷ്യൻസിനെ കൊണ്ടുവന്നത് കഴിഞ്ഞാൽ തന്നെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫ് അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും അല്ലെ, അവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് ഏത് കെയർ പെട്ടെന്ന് തന്നെ കൊടുക്കണമെന്ന് അല്ലേ. അപ്പൊ എന്താണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് ശ്രദ്ധയുള്ള അറ്റൻറ്റീവായി സർവീസ് എങ്ങനെ കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, ഏത് രോഗിക്ക് കൊടുക്കണം അല്ലെ, എങ്ങനെ കൊടുക്കണം എന്നൊക്കെ അറിയാനായി സാധിക്കുന്നു. പേഷ്യന്റ് ഫോക്കസ്ഡ് സർവീസ്, അവർ എങ്ങനെയുള്ള സർവീസ് കൊടുക്കുന്നു, പേഷ്യന്റിനെ കേന്ദ്രീകൃതമാക്കിയിട്ടുള്ള അല്ലെ. ഇപ്പൊ നമ്മ നിപ്പ വൈറസ് വന്നപ്പ ഒരു നഴ്സ് മരിച്ചു പോയില്ലേ, ലിനി, ആളെന്താ ചെയ്തേ, ആളുടെ ലൈഫാണോ സേവ് ചെയ്യാൻ നോക്കിയേ, പേഷ്യൻസിന്റെ ജീവൻ നിലനിർത്താനാണ് അല്ലെ, പേഷ്യൻസിന് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്നിട്ടല്ലേ ആൾക്ക് നിപ്പ പിടിച്ച ആള് മരണപ്പെട്ടത്. അപ്പൊ അവര് ആരെയാണ് ഫോക്കസ് ചെയ്തത്, സ്വന്തം ജീവനല്ല നോക്കിയത് അല്ലെ, പേഷ്യൻസിന്റെ ജീവനാണ് അവര് നോക്കിയത്. അപ്പൊ അവിടെ എങ്ങനെയുള്ള സർവീസ് ആണ്, പേഷ്യന്റ് സെന്റർ സർവീസ് ആണ് അല്ലെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. That help to boost patient satisfaction scores. അപ്പൊ ഇങ്ങനെ നമ്മൾ പേഷ്യൻസിന് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകള് നല്ല രീതിയിലുള്ള പരിചരണം കൊടുക്കുന്നു. പിന്നെ എന്താണ്, പേഷ്യൻസ് കേന്ദ്രീകൃതമായിട്ടുള്ള സർവീസുകൾ കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു, ദാറ്റ് ബൂസ്റ്റ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ അല്ലെ, പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ സ്കോർ നമുക്ക് വർദ്ധിപ്പിക്കാനായി ബൂസ്റ്റ് ചെയ്യാനായും സാധിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഒന്ന് മിസ് എടുത്ത ഭാഗം ഓക്കെ ആണോ? നെക്സ്റ്റ് മിസ് ഒന്ന് എടുത്താല് തീരില്ല, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിന് മിസ് എടുക്കാം കേട്ടോ. പിന്നത്തെ ക്ലാസ് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം.